ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജനാവളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. മൗലബിന്ന് നമ്മൾ വാങ്ങിയത്. എന്തെല്ലാം ഒന്ന് കാണിച്ചു തരാം. കുറേ സാധനമുണ്ട്. ഫസ്റ്റ് കുറച്ച് കളർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. നീര് ഉറപ്പ ഇതിൽ 5-6 എന്തുള്ളത്. ഇതാ ഒരു കളർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പർ. പിന്നെ ഇതാ ഒരു ഫയൽ വാങ്ങിയിട്ടുണ്ട്. കുറേ ഫയലുണ്ട്. എങ്ങനത്തെ വേണം ഫയലുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് ഒരു പിൻട്രസ്റ്റ് പോലത്തെ ഫയൽ എടുത്തൊരു ബ്ലൂ കളർ ഫയല്. അപ്പോൾ ഇതിവിടെ നെയിം സ്ലിപ്പെല്ലാം ഉണ്ട്. നമ്മളെ പേരെല്ലാം ഇതാ. അപ്പോൾ ആരുടെന്ന് അറിയുമല്ലോ. അങ്ങനെ ഉണ്ട്. പിന്നെ ഇതാ ഇത് തന്നെ ക്യൂട്ടൊന്നും നോക്കിയിട്ട് സാധാരണ ഉള്ള ബൈൻഡ് തന്നെ എടുത്തത്. ബുക്ക് നോട്ട് ബുക്കെല്ലാം പൊതിയാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതാ ജോമെട്രിക്കൽ ബോക്സ്. ഇത് ഞാൻ വെറുതെ ഇതിനുള്ളിൽ വെച്ചത്. ഇതെൻ്റെ പണ്ടത്തെ തന്നെ. എന്നിട്ട് തൊട്ടിട്ടേ ഇല്ല. ഇത് എന്തെങ്കിലും ഇങ്ങനെ ഡാൻസിൽ പഠിക്കുമ്പോൾ ഇതെന്നെ മെയിനാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട അവിടെ വെച്ച് നമുക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് അവിടെ തപ്പിക്കും കണ്ടിട്ട. അതുകൊണ്ട് ഞാൻ എന്താക്കി പിന്നെ ഒന്ന് വാങ്ങി. അപ്പം ഇത് അടഞ്ഞുണ്ട് വെച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിട്ടാ. എൻ്റെ ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്ക് ഇത് കണ്ടത് ഇവിടെ ഒത്തരാക്കുമ്പോൾ അങ്ങനെ കണ്ടേ. അപ്പം ഞാൻ ഇന്ന് തൊട്ടിട്ടേ ഇല്ല. 9th എക്സാം ലാസ്റ്റ് ആകുമ്പോൾ കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എന്തിന് പുതിയത് വാങ്ങുന്നതായിട്ട് എന്താ ഇതന്നെ എടുത്ത് എന്താ കിട്ടിയതാ എല്ലാം ഉണ്ട്. ഏതാ പെന്ന്, മാർക്കർ, പെൻസില്, ഇറേസർ, ഷാർപ്നർ എല്ലാം ഉണ്ട്. അതൊന്നുണ്ട്. പിന്നെ ഇതാ പൗച്ചും ഒരു സിമ്പിളായിട്ടുള്ള പൗച്ചും എങ്ങനെയത്. മുമ്പത്തെ കൊല്ലം കുറേ പൗച്ച് കളക്ഷൻ ഉണ്ടായിനെ. പക്ഷെ നമുക്ക് ഇക്കൊല്ലം ഇത് ഇഷ്ടപ്പെട്ടിട്ടാ. എല്ലാവരും ചെറിയ ചെറിയ പിള്ളേർക്കുള്ള അങ്ങനത്തത് ഉള്ളത്. ഇവിടെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളത് ഒരു ഒന്ന് മേങ്ങി. അതായത് ഒരു ഗ്രീൻ അങ്ങനത്തെ കളറിൻ്റെ. പിന്നെതാ ഒരു കുടയുണ്ട്. ഒരു ബ്ലാക്ക് കുട തന്നെ മേങ്ങി. വേറെ കളർ എന്ത് വേണ്ടായിട്ട്. ഇതിന് 330. പിന്നെ ഈ പൗച്ചിന് 70. പൗച്ചിന് 70. തുറന്ന് കാണിച്ചിട്ടില്ല. ഇതാ നല്ലൊരു ബ്ലാക്ക് കുട. എടുക്കുമ്പോൾ ബൈൻഡ് എല്ലാം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പെന്ന് എനിക്കുണ്ട്. ഇത് മറ്റേ ഡോംസിൻ്റെ പെന്ന് വെങ്ങിയത്. ബ്ലാക്ക് ഇങ്കും എങ്ങനെ ബ്ലൂ കളറും എങ്ങനെ രണ്ടും ഒരു സെറ്റ് വെങ്ങിന്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ളതല്ലേ. ഇന്നതാ 1.25 വെച്ചിട്ട് ആണ്. 25. അടുത്ത സാധനം ഇതാണ്. വാഷിംഗ് ടേപ്പും പിന്നെ സ്റ്റിക്കറും ഒരുമിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട്. ഞാൻ ഒരു സ്റ്റിക്കർ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്റ്റിക്കർ കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ 4 സ്റ്റിക്കർ. ഇത് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കുന്നത്. ഇങ്ങനായിട്ട് ഒട്ടിക്കുന്നത്. ഈ സ്റ്റിക്കർ വെച്ചതാ ഇങ്ങനെ പീലാക്കുന്നതാ. ഇവിടുന്ന് ഇങ്ങനെ പീലാക്കിയിട്ട് എടുക്കണോ. അങ്ങനെ 4 എണ്ണം ഉണ്ട്. അങ്ങനെ കുറേ ഷീറ്റ് ഉണ്ട്.
എത്ര ഷീറ്റ് നേരെ അറിയില്ല, എന്നാലും ഉണ്ട്, കുറച്ചുണ്ട്. പിന്നെ വാഷിംഗ് ടേപ്പ് ഉണ്ട്, നമുക്ക് ജേണലെല്ലാം ആക്കുന്നുണ്ട്. നമുക്ക് ജേണലൊന്നും ആക്കിയിട്ട് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മെങ്ങിയത് ഞാൻ ആക്കിയിട്ട് നോക്കാമല്ലോ നമുക്ക് എങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് വാഷിംഗ് ടേപ്പ് ഉണ്ടോ. ഇതൊരു മറ്റേ ആസ്ട്രോണറ്റിൻ്റെ അങ്ങനത്തെ ഒരു തീമിൽ വരുന്ന ഇത് വാഷിംഗ് ടേപ്പും സ്റ്റിക്കറും. ഇതിന് 70 രൂപയത്. പിന്നെ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായി തോന്നി, വെറ്റ് വൈപ്സ്. ഇത് അതിങ്ങനെ ഒരു ടിന്നിലെ ക്യാനിലായിട്ട് ഇങ്ങനെ പെപ്സിനകത്തൊരു ക്യാനില്ലേ അങ്ങനെ തുറക്കുന്നല്ലോ, അതേപോലെ. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചിട്ടില്ല. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഒരു ഇതിങ്ങനെ വെറ്റ് വൈപ്സ് ഉണ്ടാവും. നമ്മളുടെ ഒരു അതിനെ ഇത് കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മുഖേന തുറത്താം. അതുണ്ട്, അത് നമുക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നുക. യൂണിക്കോണിൻ്റെ മെങ്ങിയത് ബ്ലൂ കളർ. പിന്നെ ഒരു വൈറ്റ്നർ മെങ്ങിന്, ഇതെന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനം ഉണ്ട് വൈറ്റ്നർ. അതിൻ്റെ എല്ലാം അങ്ങേ തെറ്റുന്നത് നോട്ട് ബുക്കിൽ എന്ത് ചെയ്യുമ്പോൾ. പിന്നെ വൈറ്റ്നർ അങ്ങനെ യൂസ് ആക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമില്ല, അങ്ങനെ വൈറ്റായിട്ട് കാണുന്നിട്ട്. പക്ഷെ അങ്ങനെ അത്യാവശ്യം വരുമ്പോൾ യൂസ് ആക്കാം, അതൊക്കെയാണ് വാങ്ങിയത്. പിന്നെതാ നെയിം സ്ലിപ്പ് വാങ്ങി. അതിനകത്ത് ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിയത്. ഇങ്ങനെ നെയിമും അങ്ങനെ ഇതാണല്ല. 2 സ്ലിപ്പ് വാങ്ങി, നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും വേണ്ടേ, അതുകൊണ്ട് 2 വാങ്ങി. പിന്നെതാ അപ്സറാൻ്റെ മാറ്റ് മാജിക്കിലത്തെ പെൻസിൽ വാങ്ങിനെ. ഇതൊരു വെറൈറ്റി പെൻസില്, ഞാൻ എപ്പം വാങ്ങുന്ന പോലത്തെ അല്ല. ഇത് അപ്സറാൻ്റെ എല്ലാം ഇപ്പോൾ ഒരു ഇങ്ങനത്തതാണ് ഞാൻ വാങ്ങിയത്. നമുക്കിപ്പോൾ വന്നിട്ടാണ് ഇത് അറിയുന്നത്. ഇതെങ്ങനെ കളർഫുള്ളായിട്ട് ഇതെല്ലാം കളർഫുൾ. ഇതാ 2 കളറും, ഒന്ന് ബ്ലൂവും ഒന്ന് കറക്റ്റ് നമ്മുടെ പെൻസിലിൻ്റെ കളറും അങ്ങനെ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ഇതാ ഒരു ചീപ്പ് വാങ്ങിനെ, അത് അവിടെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. മുടിയെല്ലാം ചീപ്പ് വാങ്ങിനെ. പിന്നെ ഇതാ സ്കെയിൽ വാങ്ങിനെ. ഈ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ടാവും സ്കെയില്, എന്നാലും ഞാനൊരു എക്സ്ട്രാ ആയിട്ട് വാങ്ങിയത്, നമുക്ക് ആവശ്യം വരുമായിട്ട്. പിന്നെതാ ഈ ഒരു മിറർ വാങ്ങിനെ. ഇതാ ഇങ്ങനെ തുറക്കുന്ന, എനിക്കിങ്ങനെ എടുക്കുന്ന, ഇങ്ങനെ തുറക്കുന്ന നേരെ കാണുന്ന നല്ലൊരു ക്യൂട്ട് പോക്കറ്റ് മിറർ. നമുക്ക് സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു മിറർ. പിന്നെ എന്തെങ്കിലും അസൈൻമെൻറ്റ് അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ മറ്റു നമുക്ക് നല്ല ചേൽക്കിടണ്ട അസൈൻമെൻറ്റ് എന്നിട്ട് അതിനെന്താ ഞാനൊരു മാർക്കർ ഇങ്ങനെ ഡോംസിൻ്റെ. പിന്നെ ഇതാ സ്റ്റാപ്ലെയറിൻ്റെ പിന്നി വാങ്ങിയത്, ചെറിയ പിന്നി വാങ്ങിയതാ. ഒന്ന് തന്നെ വാങ്ങിയത്, ഒന്ന് മതിയിട്ട്. പിന്നെതാ ഹൈലൈറ്റർ വാങ്ങിന്. ഇതാ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റർ, ഒരു ക്രീം കളർ. പിന്നെതാ നമ്മുടെ മെയിൻ സംഭവം നോട്ട് ബുക്ക് വാങ്ങിയതാ, ഫുള്ളും അടങ്ങിയിട്ടില്ല. ക്ലീൻ 4 വരയില്ലാത്തതും 6 വരയുള്ളതും ആണ് ഞാൻ വാങ്ങിയത്. മാത്സിന്, ബയോളജിക്ക്, കെമിസ്ട്രിക്ക്, ഫിസിക്സ് ഇത്രേന് വരയില്ലാത്തത്, ബാക്കിയെല്ലാം വരയുള്ളത് ആണിതാ. അതും വാങ്ങിയിട്ടുണ്ട്.
ക്ലാസ്മേറ്റിനല്ല വാങ്ങിയത്. ക്ലാസ്മേറ്റ് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെതാ ഒരു ഇറേസറുണ്ട്, ഒരു ഷാർപ്നറുണ്ട്. ഈ പെൻസിലിൻ്റെ ഉള്ളിലുണ്ടാ ഒരു ഷാർപ്നറുണ്ട്. ഇത് ഞാൻ കാണിക്കാം. ഇതാ ഒരു ഇറേസറുണ്ട്, ഒരു ഷാർപ്നറുണ്ട്. ഞാൻ എക്സ്ട്രാ ആയിട്ട് വാങ്ങിയത് ഒരു ഇറേസറും ഒരു ഷാർപ്നറും. പിന്നെ ഇതാ ഒരു കിറ്റ്കാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കിറ്റ്കാറ്റ് പോലെ തന്നെയില്ലേ, പക്ഷെ ഇതാ നേരെ നോക്കി ഞങ്ങൾ കാണാം കാറ്റ് ചോക്ലേറ്റ് ഇറേസർ. ഒരു ഇറേസർ ഇത് പൊട്ടിക്കാനേ തോന്നില്ല. കിറ്റ്കാറ്റിൻ്റെ തന്നെ ഒരു മണം തന്നെ. 10 രൂപേനെ നല്ല ഇഷ്ടപ്പെട്ടില്ല. ദൂരത്തിന് കാണുമ്പോൾ ആര് കിറ്റ്കാറ്റ് പോലെ തന്നെ ഉണ്ട്, പക്ഷെ കിറ്റ്കാറ്റ് അല്ല, കാറ്റ് ചോക്ലേറ്റ് ഇറേസർ. ഇറേസർ എന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിറ്റ്കാറ്റിൻ്റെ പോലെ തന്നെയായിട്ട് ഇറേസർ മാറ്റാൻ കഴിയും. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കണ്ടിട്ടാണ് വേണ്ടത്. പിന്നെ അങ്ങനെ തന്നെതാ ഇതും ഒരു ചോക്ലേറ്റ് ഇറേസർ അല്ല, ഇതിന് 15. ഇതും ഒരു ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. എന്താ ഇവിടെ കാണും, ഇതിനെ പൊട്ടിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഫുള്ള് ക്യൂബായിട്ട് ഉള്ളത്. പിന്നെ ഇതാ ഒരു സ്റ്റാപ്ലെയറും എങ്ങനെ ചെറിയ സ്റ്റാപ്ലെയർ. ഇതാ സ്റ്റാപ്ലെയറും എങ്ങനെ. അപ്പോൾ നിങ്ങളെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നല്ല കമൻ്റ് ആക്കുക. ഞങ്ങളത് എന്തായാലും ഞങ്ങളെല്ലാം ഷോപ്പാക്കിയിട്ട് ട്രോളിയിലിട്ട് അവിടെ വെച്ച് ഞാൻ ഇത് ഞങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് നോക്കാനിട്ട് പോയി. എന്നിട്ട് പോയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്തിന് സിപ്പർ. ആ സിപ്പർ എടുത്തിട്ട് വരുമ്പോൾ ഞങ്ങൾ ട്രോളി കാണുന്നില്ല, എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ബൈയോട്ടൊരു ട്രോളി എടുത്തിട്ട് ബൈയോട്ടെല്ലാം അതിൽ പർച്ചേസ് ആക്കിയത്. അതിന് കുറേ സമയം പോയി അവിടെ തന്നെ. എന്താ പിന്നെ ഇതാ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിനെ ഞാൻ കുറച്ച് കാണിച്ചിട്ടല്ല. ഇത് 6 പീസിൻ്റെ പേജിൻ്റെ ബുക്ക്. ഇതാ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കറുണ്ട്. നമുക്കിങ്ങനെ പീലാക്കിയിട്ട് എടുത്തിട്ട് ഒട്ടിക്കാം. പിന്നുള്ളത് എന്താ ഈ ഒരു സിപ്പർ വാങ്ങിയതിന്. സിപ്പർ എന്ത് ചെല്ലുന്ന വേറെ തന്നെ അറിയാലോ ഈ ആ സിപ്പർ ചെന്നാണ്. ഇങ്ങനെ നമുക്ക് എടുക്ക് വേണം അങ്ങനെ കൊണ്ടുപോവാം, സ്കൂൾക്ക് വേണം കൊണ്ടുപോവാം. അങ്ങനത്തെ ഇങ്ങനെ ഇടുന്ന് ഇങ്ങനെ കുടിക്കുന്ന നല്ലൊരു ക്ലാസിക് ലുക്ക് തോന്നിയില്ലേ. ഇത് ഒരു ബ്ലാക്ക് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് കോഫി കപ്പെന്ന്. കോഫിയാ എന്ത് വേണം കുടിക്കാം നമുക്ക്, ജ്യൂസ് എല്ലാം ആക്കിയിട്ട്. ഇവിടെ സ്ട്രോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കീ ചെയിൻ ഉണ്ട്. ഇതിലിങ്ങനെ തുക്കാം. ഇതെടുക്കാൻ പോയിട്ടാകുമ്പോഴാണ് ഞങ്ങൾ ട്രോളി അവിടെ മിസ്സായത്. അതായത് സ്റ്റാഫ് എടുത്തിട്ടുണ്ടാവും, അത് അവിടെ വെച്ചിട്ടാകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് ബൈയോട്ട് പോകുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് എല്ലാവരും പോകുന്നില്ല. അതുകൊണ്ട് സ്റ്റാഫ് എല്ലാം എടുത്തിട്ട് ബൈയോട്ട് വെച്ചിട്ടുണ്ടാവും. അതെന്തെന്ന് അറിയാലോ, എന്താ നമുക്ക് ബൈയോട്ട് തന്നെ അതിലെടുക്കേണ്ട വന്നു എന്തെന്നല്ല. പിന്നെതാ ഡേം ഡോക്കിൻ്റെ അതുണ്ടായിന് 99 റുപ്പീസിൻ്റെ. അപ്പം ഞാൻ കണ്ടിട്ടാ മെയിൻ അൾട്രാ വയലറ്റ്. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുണ്ടാക്കിയ ഒരു വയലറ്റ് സൺസ്ക്രീന് അതും തോന്നുന്നു. പർപ്പിൾ ഒരു സൺസ്ക്രീൻ അങ്ങനെ. അത് ഞാൻ കണ്ടിട്ടാണ് മേങ്ങിയത്. അപ്പം അതങ്ങനെ സീലുണ്ട്. അപ്പം ഇത് ട്രൈ ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ റിവ്യൂ എന്നാലും ചെല്ലാം. പിന്നെ ഇതാ ഒരു ഹിമാലയൻ്റെ ക്രീം വാങ്ങിനെ. ഇത്ര സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ ഇന്നലെ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു
ട്രെൻഡ്സ്ക്ക് ഞായറാഴ്ച. അപ്പം ഇതെടുക്കുന്നത് ഞാൻ ഞായറാഴ്ച പോയിട്ടുണ്ടായി ട്രെൻഡ്സ്ക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സെല്ലാം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മിനി വ്ളോഗ് ഞാൻ ഇട്ടിനി യൂട്യൂബിൽ. അപ്പോൾ അത് അവിടുന്ന് വാങ്ങിയത് ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമായിട്ട്. ഇത് ഷെയ്ഡ് നേരെ അറിയില്ല. ബ്രൗൺ 03 ആണ് ഷെയ്ഡ്. ഫുൾ ഓൺ ഷെയ്ഡ് ലിപ് ഗ്ലോസ്. ഇത് ലിപ്സ്റ്റിക് അല്ല. ഇതാ നല്ലൊരു അടിപൊളി സെയിം, നല്ല മണമുണ്ട്. ചോക്ലേറ്റ്. ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ള ഷെയ്ഡോ തന്നെ, പക്ഷെ കുറേ ഇട്ടിട്ടില്ല. ഇത് ഭയങ്കര ഓയിലായിട്ട് കാണുന്നുണ്ട്. ഇതാ ഈ ഒരു ഷെയ്ഡ് നല്ല വേണ്ട, ബ്ലഷ് ആയിട്ട് എല്ലാം യൂസ് ആക്കാം. അപ്പോൾ അതാ ഈ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സെല്ലാം ട്രെൻഡ്സ് ഒന്ന് വാങ്ങിയത്. അപ്പം ഇതെല്ലാം ഞാൻ വാങ്ങിയത്. ഇതാ നമുക്ക് കാണുന്നുണ്ടറിയാല, കോടവും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതല്ല ഞാൻ വാങ്ങിയത്. അപ്പം നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാം കമൻറ്റിൽ ഷെയർ ആക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.